നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് സൂപ്പർ താരം കിലിയൻ എംബപ്പെ റയൽ മാഡ്രിഡിൽ എത്തുക. ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് റയലിലേക്ക് വരാൻ ഇപ്പോൾ എംബപ്പെ തീരുമാനിച്ചിട്ടുണ്ട്. റയലിനെ സംബന്ധിച്ചിടത്തോളം താരത്തിന്റെ ഒരു വരവ് അത് സ്വപ്ന സാക്ഷാത്കാരമാണ്. എന്തെന്നാൽ 2017 മുതൽ റയൽ മാഡ്രിഡ് കിലിയൻ എംബപ്പെക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ എംബപ്പയുടെ വരവ് ബ്രസീലിയൻ യുവ പ്രതിഭയായ എൻട്രിക്കിനെ വലിയ രൂപത്തിൽ ബാധിച്ചേക്കും. സാധാരണ കിലിയൻ എംബപ്പെ ലെഫ്റ്റ് വിങ് പൊസിഷനിലാണ് കളിക്കാറുള്ളത്. എന്നാൽ റയൽ മാഡ്രിഡിൽ ആ ഒരു പാർശ്വത്തിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ എംബപ്പെ ഒരുപക്ഷെ സെൻട്രൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് റയലിൽ കളിച്ചേക്കും. ചുരുക്കത്തിൽ റയൽ മാഡ്രിഡിൽ എൻട്രിക്കിന് അവസരങ്ങൾ കുറവായിരിക്കും. പ്രത്യേകിച്ച് സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം നേടുക എന്നുള്ളത് എൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്തെന്നാൽ നിരവധി മികച്ച താരങ്ങൾ ഇപ്പോൾ തന്നെ റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റ നിരയിലുണ്ട്. അവരോട് പോരാടിക്കൊണ്ട് വേണം എൻട്രിക്ക് തൻ്റെ ആ ഒരു സ്ഥാനം നേടിയെടുക്കാൻ. വരുന്ന ജൂലൈ 18-ാം തീയതിയാണ് അദ്ദേഹത്തിന് 18 വയസ്സ് പൂർത്തിയാവുക. അതിനുശേഷമാണ് അദ്ദേഹം റയൽ മാഡ്രിഡിനൊപ്പം ചേരുക. എന്നാൽ അദ്ദേഹത്തിന്റെ ക്ലബ്ബായ ബ്രസീലിയൻ ക്ലബ്ബായ പാൽമിറാസിന് മറ്റൊരു ഐഡിയയുണ്ട്, ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. അടുത്ത ഡിസംബർ വരെ എങ്കിലും എൻട്രിക്കിനെ ടീമിൽ നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പാൽമിറാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് സാധ്യമാകണമെങ്കിൽ റയൽ മാഡ്രിഡിന്റെ സമ്മതം ആവശ്യമാണ്. അടുത്ത സമ്മറിൽ തന്നെ എൻട്രിക്കിനെ ടീമിനോടൊപ്പം ചേർക്കാനാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. മികച്ച പ്രകടനമാണ് ബ്രസീലിന് വേണ്ടിയാണെങ്കിലും പാൽമിറാസിന് വേണ്ടിയാണെങ്കിലും ഈ ഒരു യുവതാരം ഇപ്പോൾ പുറത്തെടുക്കുന്നത്. പക്ഷേ റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റ നിരയിൽ സ്ഥിര സാന്നിധ്യമാവുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിനുവേണ്ടി അദ്ദേഹം നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് എംബപ്പയുടെ വരവോടുകൂടി റയൽ മാഡ്രിഡിൽ ഇനി കോമ്പറ്റീഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.